ഇവിടുത്തെ യഥാർത്ഥ തർക്ക വിഷയമെന്ന് വെച്ചാൽ ഒറ്റക്കൊരു വകുപ്പിനെ കുറിച്ചാണ്. അത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പാണ്. ഈ ഉന്നത വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നേരത്തെ UDF ഭരണകാലത്ത് ഒറ്റ വകുപ്പേ ഉണ്ടായിരുന്നുള്ളൂ. സാധാരണ വിദ്യാഭ്യാസവും ഉന്നത വിദ്യാഭ്യാസവും എല്ലാം കൂടി ചേർത്ത് വിദ്യാഭ്യാസ വകുപ്പ്. നാലകത്ത് സൂപ്പി മന്ത്രിയായിരുന്നപ്പോഴും പിന്നീട് അബ്ദുറബ്ബ് മന്ത്രിയായിരുന്നപ്പോഴും ഈവൻ MA ബേബി മന്ത്രിയായിരുന്നപ്പോഴും ഒക്കെ വിദ്യാഭ്യാസ വകുപ്പ് എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസ വകുപ്പായിരുന്നു. പക്ഷേ പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഇത് രണ്ടായിട്ട് വിഭജിച്ചു. പല സംസ്ഥാനങ്ങളും ഇത് പണ്ടേ തന്നെ വിഭജിച്ചിട്ടുള്ളതാണ്. സെക്കൻഡറി വിദ്യാഭ്യാസ വകുപ്പ്, അതുപോലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്, സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ്, ഇതൊക്കെ വിഭജിച്ച സംസ്ഥാനങ്ങളുണ്ട്. വലിയ വലിയ സംസ്ഥാനങ്ങളാണ്. കേരളത്തിൽ ഇങ്ങനൊരു വിഭജനം ഉണ്ടാക്കിയത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്താണ്. നമ്മുടെ C രവീന്ദ്രനാഥായിരുന്നു പൊതുവിദ്യാഭ്യാസ മന്ത്രി, KT ജലീലായിരുന്നു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി. പിന്നീട് അടുത്ത സർക്കാരിൽ, രണ്ടാം പിണറായി സർക്കാരിലും ഇത് തന്നെ ആവർത്തിച്ചു. പൊതുവിദ്യാഭ്യാസ മന്ത്രി സഖാവ് ശിവൻകുട്ടിയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഉന്നത ബിരുദധാരിയും കോളേജ് പ്രൊഫസറുമായിരുന്ന ഡോക്ടർ ബിന്ദുവുമായിരുന്നു. അങ്ങനെയാണ് ഒരു വിഭജനം ഉണ്ടായത്. ഇപ്പോൾ ഈ വിഭജനം നിലനിർത്തണോ അത് വിദ്യാഭ്യാസ വകുപ്പ് ഒന്നാക്കണോ? ലീഗ് ഭരണം ഒന്നാക്കിയാൽ മതി എന്നുള്ളതാണ്. പൊതുവിദ്യാഭ്യാസത്തിൻ്റെ തുടർച്ചയാണല്ലോ ഉന്നത വിദ്യാഭ്യാസം. ഇപ്പോൾ ലീഗുകാരെ സംബന്ധിച്ചിടത്തോളം രണ്ടായാലും ഒരു വ്യത്യാസമില്ല. ബോത്ത് ആർ മാത്തമാറ്റിക്സ്. പക്ഷേ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ലീഗിന് കൊടുക്കരുത് എന്ന അഭിപ്രായമുള്ള ആളുകൾ ഭരണമുന്നണിയിൽ തന്നെയുണ്ട്. ഭരണമുന്നണിയെ പിന്തുണയ്ക്കുന്ന ചില ജാതി മത സംഘടനകൾക്കിടയിലുമുണ്ട്.